അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് നോമ്പ് തുറക്കാനായി. അതിനിടയ്ക്ക് ഈ ദുആ നടക്കണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് മഹാന്മാരുണ്ട്. പേരെടുത്ത് പറയാൻ നമ്മുടെ ഹസനാജി, എച്ച് ഹസനാജി ഇന്നും ഫോട്ടോയിൽ കാണാം. നമ്മുടെ ഇതിൻ്റെ ശിലാസ്ഥാപനത്തിന് സജീവമായി ഒരു ബാല്യക്കാരനെ പോലെ ഓടി നടന്നിരുന്ന ആളാണ്. അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവര്. അതുപോലെ തന്നെ നമ്മുടെ ഉമ്മർ ഫജ്ർ നിങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ ഒരുപാട് നമ്മുടെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുണ്ട്. പേരെടുത്ത് പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഉപ്പമാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ ഉസ്താദന്മാരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർസഖിയായ ജീവിതത്തിൽ വലിയ സന്തോഷം കൊടുക്കട്ടെ. നമ്മൾ അശ്ശരി ഉസ്താദിന്റെ വാപ്പയുണ്ട്, നമ്മൾ ജുനൈദ് ഉസ്താദ് ഉണ്ട്. ഇവർക്കൊക്കെ അല്ലാഹു വലിയ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം, പരിശുദ്ധ റമളാനാണ്. റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 ഈ റമളാനിൽ മഗ്ഫിറത്തിന്റെ 10 വെള്ളിയാഴ്ച സായാഹ്ന സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അല്ലാഹു തആല ഉത്തരം ചെയ്യുന്ന ഒരു പ്രത്യേകമാക്കപ്പെട്ട ആ സമയത്താണ് നമ്മളുള്ളത്. അർഹമുർ റഹീമായ റബ്ബ് നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നത്, അൽഹംദുലില്ലാഹ് 22 വർഷമായി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ദർസ്, ഹിഫ്ള് കോളേജ്, യതീംഖാന, മദ്രസകൾ ഒക്കെ ആയിരക്കണക്കായ 10,000കണക്കായ ആളുകളെ ഈ 20 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവാ രംഗത്ത് ഇറക്കാൻ സാധിച്ചു. 4000-ഓളം അനാഥ മക്കളെ ഒന്നുമില്ലാതെ LKG മുതൽ SSLC വരേക്കും +2 വരേക്കും പഠിപ്പിക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് വലിയൊരു അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ ഈ സ്റ്റേജിലിരിക്കുന്ന ഈ പള്ളിയുടെ എഞ്ചിനീയർ നമ്മുടെ അബ്ദുൽ അസീസ് അന്ന് നമ്മൾ അനാഥയായി യതീമായി പഠിച്ചു വന്ന ഒരു സുഹൃത്താണ്, ഒരു കുട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ ബാംഗ്ലൂരിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ഇങ്ങനെ നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്ന ധാരാളം അനാഥ മക്കളും അല്ലാത്തവരുമായി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷത്തേക്ക് ഏതാണ്ട് 100 കുട്ടികളെ നമുക്ക് ദർസിലും ദഅവാ കോളേജിലും ഹിഫ്ള് കോളേജിലുമായി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു കുട്ടിക്ക് ഏതാണ്ട് ഒരു വർഷത്തിലേക്ക് നമ്മൾ ചെലവ് കണക്കാക്കുന്നത് 30,000 രൂപയാണ്. ഒരു കുട്ടിന്റെ തക്കാഫുല്, ഒരു കുട്ടിന്റെ സ്പോൺസർഷിപ്പ്. ആ കുട്ടി പഠിക്കുമ്പോ, ആ കുട്ടി ദുആ ചെയ്യുമ്പോ, ആ കുട്ടി വലുതായി മറ്റുള്ളവർക്ക് പഠിപ്പിക്കുമ്പോ, ആ കുട്ടി അല്ലാഹ് എന്ന് പറയുമ്പോൾ, ആ കുട്ടി ഖുർആൻ ഓതുമ്പോൾ ഈ സ്പോൺസർ ചെയ്ത ആളുകൾക്ക് അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. എത്ര കാലം എന്ന് പറയാൻ കഴിയില്ല. ആ കുട്ടികൾ എത്രയോ കുട്ടികളെ പഠിപ്പിക്കും, അവർക്കും അത് കിട്ടും. അല്ലാഹുവേ, എന്നെ പഠിക്കാൻ വേണ്ടി സഹായിച്ച എന്റെ സ്പോൺസർക്ക് നീ നൽകണം, നീ സഹായം നൽകണം, നീ അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എത്രയോ ആളുകൾ ദുആ ചെയ്യുമ്പോൾ നമുക്ക് അത് വലിയൊരു പ്രതിഫലമുള്ള സ്വാലിഹായ സൽക്കർമ്മമായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു പിടിവള്ളിയായി, നമ്മുടെ ജീവിതത്തിന്റെ ഒരു രക്ഷാകവചമായി അത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള തക്കാഫുലായി ഓരോ കുട്ടിയെ ഏറ്റെടുക്കുന്നവര്, അല്ലെങ്കിൽ ഈ 10 കുട്ടികളോ 15 കുട്ടികളോ ഏറ്റെടുക്കുന്നവര് മുമ്പോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ, പേര് പറയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിന്റെ അടുത്തുള്ള ഒരു സമ്പന്നനായ ഒരാൾ, അദ്ദേഹം 10 കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഫോൺ ചെയ്യുകയുണ്ടായി. 3 ലക്ഷം രൂപ, 10 കുട്ടികൾക്ക് 3 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം അദ്ദേഹം ഏറ്റെടുത്തിരുന്നു, ഈ വർഷം ഏറ്റെടുത്തിരുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിന് വേണ്ടി ദുആ ചെയ്യാനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് വലിയ ധർമ്മിഷ്ഠനായിരുന്നു.
മഹാനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ബർസഖിയായ ജീവിതം നന്നാക്കാൻ വേണ്ടി, ബർസഖിയായ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനാണ്. അർഹമർ റഹീമായ റബ്ബ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാരാകട്ടെ. അതുപോലെ ഗൾഫിൽ നിന്ന് കുറെ ആളുകൾ പേരെനിക്ക് ഓർമ്മയില്ല സ്പോൺസർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും അത് പറയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. ഒരു കുട്ടിക്ക് ഒരു വർഷത്തിൽ അത് 1-2 തവണകളായി കൊടുക്കാം. ഒരു വർഷത്തിൽ 30,000 രൂപയാണ് നമ്മൾ ആ കുട്ടിന്റെ മൊത്തം ചെലവായി കണക്കാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഒരാൾ ഇപ്പൊ ലൈവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ട്, ലൈവായിട്ട് ആരാ പറയുന്ന ഒരാൾ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ദ്വാരക്കാൻ പോവുകയാണ്. ആരെങ്കിലും ഉണ്ടോ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നമ്മുടെ അയാളിങ്ങോട്ടോ നമ്മളെ കല്ലടിക്കയിലുള്ള BC റോഡിലുള്ള ആജിയാറ്, അദ്ദേഹം അവിടെ ഇരുന്ന് കണ്ടിരുന്നു. അദ്ദേഹം മിനിഞ്ഞാന്നൊരു കുട്ടിയെ ഏറ്റെടുത്തു. അദ്ദേഹം കാശ് തന്നിട്ടുണ്ട്. അർഹമർ റഹീമായ റബ്ബ് അദ്ദേഹത്തിന്റെ എല്ലാ കച്ചവടത്തിലും അള്ളാഹു വലിയ ബർക്കത്ത് നൽകുമാരാകട്ടെ, അള്ളാഹു വലിയ ഫദ്ൽ നൽകുമാരാകട്ടെ. പെട്ടെന്ന് പറയണം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. അതിനിടയ്ക്ക് നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന നമ്മുടെ മിനാർ ഉസ്താദ് ഹാഷിമി ബിരുദം നേടി നല്ല തിളക്കമാർന്ന വിജയം നേടി ഇവിടെ വന്നിരിക്കുകയാണ്. ഒറ്റ മിനിറ്റിൽ അദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ഈ സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാ ഉസ്താദുമാരെയും എല്ലാ സാദാത്തുക്കളെയും ഉമറാക്കളെയും ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ഏറ്റുവാങ്ങാനും ക്ഷണിക്കുന്നു. എല്ലാവരും അച്ചടക്കത്തോടു കൂടി വാങ്ങണം. നോമ്പ് തുറക്കുന്ന എല്ലാ വിഭവങ്ങളും ഉണ്ട്. ഈ 30 ദിവസക്കാലവും ഇവിടെ ഭക്ഷണവും ചോറും ഫ്രൂട്ടും ഒക്കെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ആരെങ്കിലും ഉണ്ടോ? ആരും ഒരാളും പറഞ്ഞില്ലല്ലോ. കാരണം ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ധാരാളമായി നമ്മുടെ മജ്ലിസിനെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളുകളുണ്ട്. ആ തിക്കലും തിരക്കലും വേണ്ട മക്കൾ, എല്ലാവർക്കും കിട്ടും. ക്യൂ സിസ്റ്റമിൽ തന്നെ എല്ലാവരും മുഅ്മിനീങ്ങളാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ഞാൻ ഒറ്റ പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ. ഈ നോമ്പ് തുടങ്ങിയതിന്റെ ശേഷം വന്നപ്പോ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് അധികം. വളരെ അച്ചടക്കത്തോടു കൂടി നമ്മുടെ ഈ പള്ളിയുടെ ഇമാം, നമ്മുടെ ചീഫ് ഇമാം സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് ആ വളരെ സ്ഫുടമായി, അവര് ഭൗതിക വിദ്യാർത്ഥികളാണ്, അവര് ചൊല്ലുമ്പോ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം തോന്നുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ദിവസവും വളരെ സന്തോഷകരമായി കഴിഞ്ഞാൽ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഓരോ ആളുകൾ ഓരോ ദിവസം ഇതിന് സ്പോൺസർ ചെയ്യുകയാണ്, ഓരോ ആളുകൾ ചോദിക്കുകയാണ്. അങ്ങനെ സ്പോൺസർ ചെയ്ത അവരുടെ കാശ് കൊണ്ടാണ് ഈ 30 ദിവസം ഇവിടെ നല്ല സമൃദ്ധമായ ഭക്ഷണവും സമൃദ്ധമായ നോമ്പ് തുറയും നൽകുന്നത്. അല്ലാഹു ഈ ആളുകൾക്ക്, ഇതിന്റെ സ്പോൺസർമാർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ. എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാരാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. 30 ദിവസവും നമുക്ക് ഇതിനേക്കാൾ ഉഷാറായി മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പൊ ഈ റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ടെന്റ്, നമ്മുടെ ഈ പള്ളി ഉണ്ടാക്കിയ തുമ്പ മൊയ്തീനോട് ഞാൻ പറഞ്ഞു ചിലപ്പോ വെയിലുണ്ടാവും, 2 ടെന്റ് പാസ്സാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഉടനെ തന്നെ കൊടുത്തയച്ചു. വളരെ സന്തോഷകരമായ ഒരു വാർത്തയും കൂടി നിങ്ങൾക്ക് അറിയിക്കുകയാണ്. ഞാനിപ്പോ ഇന്ന് പമ്പയിൽ പള്ളിയിലായിരുന്നു ജുമാക്ക് ശേഷം. അവിടുന്ന് ദുആ കഴിഞ്ഞ് തിരിച്ചു വരുന്ന് ഇൻഫോസിസിന്റെ അടുത്തേക്ക് എത്തുമ്പോ നമ്മുടെ സ്പീക്കർ UT ഖാദർ സാഹിബ് എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, നമ്മുടെ ഈ വർഷത്തെ ഹജ്ജിന് നമ്മുടെ മംഗലാപുരത്തുള്ള ആളുകളെ മംഗലാപുരത്ത് നിന്ന് തന്നെ
തന്നെ ഫ്ലൈറ്റ് ആക്കാൻ വേണ്ടിയുള്ള 90% പണി ശരിയായിട്ടുണ്ട് എന്ന് ഞാൻ പെട്ടെന്നൊരു വാർത്ത കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് ദീർഘായുസ് തരട്ടെ. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വിഷയമാണിത്. അതിന്റെ 90% 10% ബാക്കിയുണ്ട് എന്നർത്ഥം. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യുക. ഈ വർഷം ഹജ്ജിന് നമ്മുടെ മാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് തന്നെ മംഗലാപുരക്കാർക്ക് പോകണമെന്ന് വളരെ ആഗ്രഹിച്ചു. അതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ ഇപ്പോഴാണ് അയാൾ ഫോൺ ചെയ്ത് ഇങ്ങനെ വിഷയം പറഞ്ഞത്. അതിന്റെ സ്പീക്കറാണ് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഔദ്യോഗികമായി ഞാൻ പറയുകയാണ്. നാളെയാണ് അതിന്റെ മീറ്റിംഗ്. ഞാൻ നാളെ രാവിലെ ബാംഗ്ലൂർ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ കിട്ടും. ഏതായാലും ഈ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ വർഷം ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകൾക്കും എത്ര സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത്ര ഉണ്ടാക്കാൻ വേണ്ടി ഇവിടുത്തെ സന്നദ്ധ സംഘടനകളും ഇവിടുത്തെ നേതാക്കന്മാരും ഹജ്ജ് കമ്മിറ്റി അടക്കം വളരെ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. എല്ലാവരും അതിനു വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറയുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ജലാൽ തങ്ങൾ പറയുന്ന 30,000 രൂപ തന്നെ തരാൻ കഴിവില്ലാത്തവരുണ്ടാവുന്നു. അത് അവരുടെ സൗകര്യം അനുസരിച്ച് അരക്കുട്ടിയോ മറ്റോ 3 ഗഡുക്കളായിട്ട് തരുന്നെങ്കിൽ 3 പാർട്ടായിട്ട് 10,000 രൂപ തരുന്നവരുണ്ടാവും. പക്ഷെ എന്റെ ഫോണിലൂടെ ചില മെസ്സേജുകൾ കാണുന്നു. എനിക്ക് തോന്നുന്നു ലൈവായി ദൂരെ നിന്ന് ആളുകൾ സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിന്റെ നമ്മളെ യേശുനാജിന്റെ അഞ്ചൻ 15,000 രൂപ സദസ്സിൽ നിന്ന് മോണിയാക്കി. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആ ഉമ്മാക്ക് അള്ളാഹു ആ ഉമ്മാന്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. ആ ഉമ്മാന്റെ ഖബർ അള്ളാഹു വലിയ മൂനിസായി കൊടുക്കട്ടെ. യേശുനാജിക്കും സുഖമില്ല എന്ന് പറഞ്ഞ് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്ന ആളാണ്. അള്ളാഹു താല അവിടുത്തെ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. അർഹമുർ റഹീമായ റബ്ബ് ഈ മജ്ലിസുമായി ബന്ധപ്പെട്ട് മജ്ലിസേക്ക് ഏതെല്ലാം വിധത്തിലുള്ള സഹായങ്ങൾ നൽകി അവർക്കൊക്കെയും സർവശക്തനായ റബ്ബ് ശരിയായ നിലക്കുള്ള എല്ലാവിധ ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്ത സദഖയെ അല്ലാഹുവേ അവരുടെ മാതാവ് അവരുടെ പിതാവ് ബർസഖിയായ ജീവിതത്തിലാണ്, ഖബറിലാണ്. ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ മാതാവ് ഖബറിലാണ് റഹ്മാനേ. അല്ലാഹുവേ അവരെ ബർസഖിയായ ജീവിതത്തിലേക്ക് മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ആമീൻ ചൊല്ലുന്നവരുടെ ബറക്കത്ത് കൊണ്ട് നീ അവിടെ ഖബർ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. എല്ലാവിധ നിഅമാത്തുകളും നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ നിഅമാത്തുകളും നീ നൽകണേ റഹ്മാനേ. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളെല്ലാവരും മഗ്ഫിറത്തിന്റെ പത്തിലാണ്. ഞങ്ങളെല്ലാവരും മഗ്ഫിറത്തിന്റെ പത്തിലാണ് റബ്ബേ. അല്ലാഹുവേ റഹ്മത്തിന്റെ 10 വിട പറഞ്ഞു പോയി. ആ റഹ്മത്തിന്റെ 10 വേണ്ട പോലെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബേ. അല്ലാഹ് ഈ മഗ്ഫിറത്തിന്റെ 10എങ്കിലും അല്ലാഹുവേ ഞങ്ങൾക്കതിന്റെ എല്ലാവിധ മഗ്ഫിറത്തും നന്നുകൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വിവിധ വിഷമങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ രോഗം കൊണ്ട് അലട്ടുന്നവരുണ്ട്, മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, മറ്റു ബിസിനസ് സംബന്ധമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ എല്ലാവർക്കും ഈ മഗ്ഫിറത്തിന്റെ 10 നീ വലിയ ഔദാര്യം നൽകണേ അല്ലാഹ്. ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങളും നീ അകറ്റണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ് നീ ആരെയും പരീക്ഷിക്കല്ല റഹ്മാനെ, പരീക്ഷിക്കല്ല റഹ്മാനെ. ഈ 1 മുതൽ ഇതുവരെ നോമ്പ് തുറക്കുള്ള എല്ലാ വിഭവങ്ങളും നൽകി എല്ലാവിധ സഹായങ്ങളും ചെയ്ത ധാരാളം മുഅ്മിനീങ്ങളുണ്ട്. അവർക്കൊക്കെ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ഈ നോമ്പ് തുറക്കാൻ വേണ്ടി വന്ന ഞങ്ങളെ വിദ്യാർത്ഥികൾ അവരെ നല്ല സ്വലാഹിയത്തുള്ള വിദ്യാർത്ഥികളാക്കണേ അല്ലാഹ്. ഒരു വിധത്തിലുള്ള മോശക്കാരായ മക്കളാക്കരുതേ റഹ്മാനെ. വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഭയാനകരമായ അവസ്ഥയിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ സ്വാലിഹ്യങ്ങൾ പെടുത്തണേ അല്ലാഹ്. തെമ്മാടികളാക്കല്ല അല്ലാഹ്. മയക്കുമരുന്നിന്റെ കുട്ടികളാക്കല്ല അല്ലാഹ്. മോശപ്പെട്ട സ്വഭാവക്കാരുള്ള കുട്ടികളാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾ നിന്ന്
മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ ഇത്തുക്ക് ചെല്ലുന്ന കൂട്ടത്തിൽ അവരാരെങ്കിലും നരകത്തിന്റെ അവകാശികളായി പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അവരെ ഇത്തുക്ക് ചൊല്ലണേ അല്ലാഹ്. അല്ലാഹുമ്മ അതിഖ്നാ വഅതിഖ്ഹും മിനന്നാർ, അല്ലാഹുമ്മ അതിഖ്നാ വഅതിഖ്ഹും മിനന്നാർ, അല്ലാഹുമ്മ അതിഖ്നാ വഅതിഖ്ഹും മിനന്നാർ. അല്ലാഹുവേ ഇന്ന് ഈ പരിപാടിയിലേക്ക് വേണ്ടി പ്രത്യേകം എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്ത ഞങ്ങളെ പ്രിയപ്പെട്ടവൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ബിസിനസ്സിൽ വലിയ ഔദാര്യം കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ഇനി ശിഷ്ടകാല ജീവിതം നീ പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് ഈ റമളാൻ കയ്യലോടെ അല്ലാഹ് ഉമ്മ പെറ്റ കുഞ്ഞിയെ പോലെ നിർദോഷിയായി ഒരു ദോഷവുമില്ലാത്തവരായി മാറുന്ന നോമ്പുകാര കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. നിന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതി, നിന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതി ഒരുപാട് ഖത്ബ് തീർത്ത് അല്ലാഹുവേ പരിപൂർണമായ നിലക്ക് നോമ്പിനെ സ്വീകരിക്കപ്പെട്ട മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഈ സാധുക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച ഞാനടക്കം നമ്മളെ അശ്ശരി ഉസ്താദ് അടക്കം ഞങ്ങളെ ഫാമിലി അടക്കം അല്ലാഹുവേ ആരോഗ്യത്തോടെ ആഫിയത്തോടെ സിഹത്തോടെ ഖബൂലിയത്തോടെ കൂടി ഹജ്ജ് ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കല്ല അല്ലാഹ്, ബുദ്ധിമുട്ടുണ്ടാക്കല്ല റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് റമളാൻ കഴിഞ്ഞതിന് ശേഷം ഇവിടെ വലിയ മുതഅല്ലിമീങ്ങളുടെ അഥവാ മുത്തബൽ കോളേജ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം, പ്രത്യേകമായി ദുആ ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുന്നു. എല്ലാവരും നന്നായി നല്ല സുഭിക്ഷമായി നോമ്പ് തുറക്കണം.